നിഷ്പക്ഷ ജിഹാദി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ അനിൽ മുഹമ്മദിനെ പൊതുമേഖലാ സ്ഥാപനമായ KMML നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി MPM മുഹമ്മദ് ഹനീഷ് മാനേജ്മെൻറ്റിനോട് നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പുതിയ വാർത്ത. അനിൽ മുഹമ്മദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂട്യൂബിലെ ഒരു താരമാണ്. അദ്ദേഹത്തെക്കാൾ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പൊട്ടിച്ചിരി. 2 വാചകം പറഞ്ഞിട്ട് പൊട്ടിച്ചിരി. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയും. പുള്ളി ആദ്യകാലത്ത് ഈ നിഷ്പക്ഷ നിലപാടിൽ കുറേയൊക്കെ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഗസയിൽ പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയം തൊട്ട് ഒക്ടോബർ 7 മുതൽക്ക് അന്നാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയത്. അതിനു മുമ്പ് ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു, ഒരു മര്യാദ ഉണ്ടായിരുന്നു, വകതിരിവുണ്ടായിരുന്നു. അന്ന് മുതൽക്ക് പുള്ളി ഇസ്രായേലിൻ്റെ വലിയൊരു വിരോധിയും ഹമാസിൻ്റെ വലിയൊരു ആരാധകരായിട്ട് മാറി. അൽ ഖസാം ബ്രിഗേഡ് അത് ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. ഇസ്രായേലിൻ്റെ ആഫീസ് പൂട്ടി, നാളെ കഴിഞ്ഞ് മറ്റേതുള്ള അവർ ഷട്ടറിടും, നെതന്യാഹുവിന് വയറിളകി, ഇങ്ങനെ സ്ഥിരമായി വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനൊന്നും സത്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഹിസ്ബുള്ള അങ്ങനെ ചെയ്തു, ഹൂതികൾ അങ്ങനെ ചെയ്തു. ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും വിവരമുണ്ടായിട്ടാണോ പറഞ്ഞത് നമുക്കറിയില്ല. അങ്ങനെ ലോകത്ത് എങ്ങും ഇല്ലാത്ത പല വാർത്തകളും മാധ്യമം പത്രത്തിൽ പോലും വരാത്ത രീതിയിലുള്ള വാർത്തകളാണ് മൂപ്പിലാൻ ഓരോ ദിവസം അടിച്ചു വിട്ടുകൊണ്ടിരുന്നത്. പുള്ളി പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ജിഹാദികളെക്കാൾ വലിയ ജിഹാദിയായിട്ട് വെളിച്ചപ്പെട്ടു. അതേ സമയത്ത് പുള്ളി മുസ്ലിം സമുദായത്തിലെ ചില മുസ്ലിയാക്കന്മാരെ, മുല്ലാക്കന്മാർ, ഈ മൗലവിമാരെയൊക്കെ ഇടയ്ക്ക് വിമർശിക്കാറുണ്ട്. അതുപോലെ ഈ അൽ മുഖ്താദിർ എന്ന് പറഞ്ഞ തട്ടിപ്പ് സംവിധാനം തുടങ്ങിയപ്പോൾ അത് തുടങ്ങിയ ദിവസം തൊട്ട് അതിൻ്റെ തട്ടിപ്പ് എണ്ണി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ ദിവസം പോലും പുള്ളി അത് പറഞ്ഞു. ഉള്ള കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹം പോകെ ഒരു വലിയ ജിഹാദിയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ആ കൂട്ടത്തിൽ പുള്ളി ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ, ക്രൈസ്തവ സഭാ നേതൃത്വത്തെയൊക്കെ നിശിതമായി വിമർശിക്കാൻ തുടങ്ങി. വിമർശനമൊക്കെ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച ഘട്ടത്തിൽ കൊല്ലം ആർച്ച് ബിഷപ്പാണ് തോന്നുന്നു ഒരു പരാതി വ്യവസായ വകുപ്പിൽ കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ 21 വീഡിയോയുടെ കോപ്പി കൊടുത്തു. അതായത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. നടപടിയെടുക്കണം. ഇത് മാത്യു സാമൂല് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഷാജൻ സ്കറിയ ചെയ്യുന്ന പോലെയോ അല്ല. അവരാരും പൊതു ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റിയിട്ടല്ല ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നത്. ഇയാൾ കേരള സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. സർക്കാർ സ്ഥാപനമാണ് KMML. അവിടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ് ഇയാൾ. വലിയ ശമ്പളവും ബത്തയും കൈപ്പറ്റുന്ന വ്യക്തി. ആ സമയത്ത്, സർക്കാരിൻ്റെ സമയത്താണ് പുള്ളിമാരി കാച്ചികൾ കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ജോലി സമയത്ത് വീഡിയോ ചെയ്യുന്നത് കുറ്റകരമാണ്, പെരുമാറ്റ ദൂഷ്യമാണ്, അച്ചടക്ക ലംഘനമാണ്. മാത്രമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങളുണ്ട്. എനിക്കോ നിങ്ങൾക്കോ ഉള്ള സ്വാതന്ത്ര്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കില്ല. അവർക്ക് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, അതിൻ്റെ ലംഘനമുണ്ട്. മാത്രമല്ല, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, സമുദായ വിദ്വേഷം ഉണ്ടാക്കുന്ന അതാണ് ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലെയും കണ്ടൻറ്റ്, ഉള്ളടക്കം എന്ന് അവർ വ്യക്തമായിട്ട് പരാതി കൊടുത്തു. കൊല്ലം ബിഷപ്പ് ഒരു പരാതി കൊടുത്താൽ അത് വെറുതെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിടാനായിട്ട് കേരള സർക്കാരിന് സാധിക്കില്ല. ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്നാണ് നാട്യം. KC വേണുഗോപാലിൻ്റെ ഒരു സിൽബന്ധിയാണ് എന്നും പറയപ്പെടുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കമെന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടുകാർ പോലും ഞെട്ടിപ്പോവും. പുള്ളിയുടെ നിഷ്പക്ഷ നിലപാടിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാനും കൂടി ആയി ബന്ധപ്പെട്ടാണ്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ലോസ് ആഞ്ചൽസിൽ തീപിടുത്തമുണ്ടായത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഹോളിവുഡിൻ്റെ സമീപത്ത് വലിയ കാട്ടുതീ പടർന്നു പിടിച്ചു. ഒരുപാട് വനം കത്തിപ്പോയി. കുറേ വീടുകൾക്കും അഗ്നിബാധ ഉണ്ടായി. മരണം ഏതാണ്ട് 10-11 ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുകയാണ്. അമേരിക്കയുടെ സംവിധാനം വളരെ ശക്തമായതുകൊണ്ട് മരണസംഖ്യ വളരെ കുറയ്ക്കാൻ കഴിഞ്ഞു. അപ്പോഴും സ്വത്ത് നാശം നല്ലപോലെ ഉണ്ടായി. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ഇദ്ദേഹം ആണ് ആദ്യം രംഗത്ത് വന്നിട്ട് ഈ തീപിടുത്തം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്. ഗസയിൽ ഈ അമേരിക്കയുടെ സിൽബന്ധികളായ ഇസ്രായേലുകാർ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോംബ് വീണ് കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നു, ഉമ്മമാർ പൊട്ടിക്കരയുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു. സാധുക്കളായ ആളുകൾക്ക് സ്വത്തിനും ജീവനും നഷ്ടം സംഭവിക്കുന്നു. അതിന് പടച്ചവൻ്റെ ഒരു ശിക്ഷയാണ് ഇപ്പോൾ ലോസ് ആഞ്ചൽസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും.
അതിന് ചുവട് പിടിച്ചുകൊണ്ട് വേറെ ഒരുപാട് ആളുകൾ ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. ഞാനത് ഗൗനിച്ചില്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊരു അക്ഷരം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു പത്രത്തിൻ്റെ, അതും മൗദൂദികളുടെ പത്രമല്ല, ഈ സമസ്തക്കാർ നടത്തുന്ന പത്രത്തിൽ അതിൻ്റെ ഓൺലൈൻ എഡിഷനിൽ ഒരു ചങ്ങാതി വന്നിട്ട് ഇതേ രീതിയിലുള്ള പ്രചരണം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വളരെ മോശമാണ്. ഇത് ഒരു പത്രസ്ഥാപനത്തിൻ്റെ ഓൺലൈൻ എഡിഷനിൽ ഇങ്ങനെ വരുന്നത് ഒരു കാരണവശാലും സൂചന മര്യാദയ്ക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, അപ്പോൾ പുള്ളിയുടെ നിഷ്പക്ഷതയ്ക്ക് വലിയ മുറിവേറ്റു. അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് ജയശങ്കർ എവിടെ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണം നടത്തുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും വിവരദോഷികൾ, ഇദ്ദേഹം അടക്കം, എന്തെങ്കിലും പറഞ്ഞാൽ അത് സമുദായത്തിൻ്റെ പേരിൽ ചാരുന്നത് എന്നാണ്. ഞാൻ സമുദായത്തിൻ്റെ പേരിലല്ല, ഞാൻ ആ പത്രത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്ന പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷൻ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ആ ലേഖകൻ്റെ പടവും കൂടി ഇതിൻ്റെ തമ്പനയിലിൽ ചേർത്തിരുന്നു. അതൊന്നും പുള്ളി മൈൻഡില്ല. പുള്ളി നമ്മൾ പറഞ്ഞതിൽ നിന്ന് പുള്ളി താല്പര്യപ്പെടുന്ന 1-2 വാചകങ്ങൾ മാത്രം എടുത്തിട്ട് ഈ രീതിയിലുള്ള പ്രചരണമാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പാണക്കാട് താങ്കൾ ഇങ്ങനെ വല്ലതും പറഞ്ഞു, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, അവരാരെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷനിൽ ഇങ്ങനെ വന്നു, ഇത് ശരിയല്ല എന്ന് മാത്രമാണ്. ഈ പുള്ളി അടക്കമുള്ള പല വിഷജീവികളും ഇതുപോലെ പറഞ്ഞു. എനിക്കതിലൊന്നും ഒരു പരാതിയില്ല. അവരുടെ വയറ്റിപ്പഴപ്പ് പ്രശ്നമാണ്. അവരിങ്ങനെ പറഞ്ഞിട്ടാണ് അരി മേടിക്കുന്നത്. അപ്പോൾ ഈ നിഷ്പക്ഷ ജിഹാദി ഇത് പറഞ്ഞിട്ട് എന്നെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു. ഇത്രയൊക്കെ ചെയ്തുള്ളൂ. ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ഇങ്ങനെ അദ്ദേഹം ഏറിയതുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഒരു മാന്യൻ അവിടുന്ന് ശമ്പളം പറ്റിക്കൊണ്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണ ഈ സുഡാപ്പികൾ മറ്റുള്ളവർക്കെതിരെയാണ് പരാതി കൊടുക്കുക. ഇപ്പോൾ PC ജോർജ് വർഗീയ വിഷം വമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. PC ജോർജിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം, PC ജോർജിനെ പൂട്ടണം, അയാളെ ലോക്കപ്പ് ചെയ്യണം, അയാളെ ജയിലിലടക്കണം എന്ന് വാശി പിടിക്കുന്നവരാണ്. വാശി പിടിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഇവരെ പോലെ മതേതരന്മാരായിട്ട് ആരുമില്ലല്ലോ. അവർ വലിയ മതസൗഹാർദ്ദവാദികളും മതേതരത്വത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി. ഈ നിഷ്പക്ഷ ജിഹാദി എന്ത് ചെയ്യും? പുള്ളി രാവിലെ മുതൽ വൈകുന്നേരം വരെ വർഗീയത മാത്രം പറയുകയും മറ്റുള്ള എല്ലാവരെയും വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് ഒരു യുക്തിവാദി സംഘത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു, മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഈരാറ്റുപേട്ടയിൽ കൊടുത്തു, പള്ളി ഖബർസ്ഥാനിൽ അടക്കാൻ വീട്ടുകാർ താല്പര്യപ്പെട്ടു. ഇദ്ദേഹം അതിനെ പരിഹസിച്ചുകൊണ്ട് വലിയ വാചാടോപം നടത്തി. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് പുള്ളി സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് കേട്ടില്ലേ, ഇപ്പോൾ കൊടുത്താൽ കരുതാപ്പള്ളിയിൽ കിട്ടും എന്ന് പുള്ളിക്ക് ബോധ്യമായി. PC ജോർജിന് മാത്രമല്ല, ഡോക്ടർ അനിൽ മുഹമ്മദിനും പുള്ളി ആളെന്ന പോലെ പുള്ളിക്ക് വളക്കപ്പെട്ടു. അത്രേ ഉള്ളൂ. സസ്പെൻഷൻ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഇഷ്ടംപോലെ സമീകരിക്കുന്നുണ്ട്. ഇനി വിശദീകരണം ചോദിക്കും, കുറ്റപത്രം തരും, അതിന് മറുപടി കൊടുക്കും. മറുപടി മിക്കവാറും KMML ബോധിക്കും. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കും. പിന്നെ അച്ചടക്ക നടപടിയൊക്കെ ഏതെങ്കിലും കാലത്ത് ഉണ്ടായി അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു സൂചനയാണ്. കൊടുത്താൽ കൊല്ലത്തല്ല, കരുതാപ്പള്ളിയിൽ കിട്ടും. അത് ഓർമ്മിക്കുന്നതല്ല. ഏതായാലും അനിൽ മുഹമ്മദിന് സന്തോഷകരമായ സസ്പെൻഷൻ കാലം ആശംസിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.